BJP വക്താവ് ഞാൻ ആക്ഷേപിക്കാൻ പറയുന്നതല്ല. ഇവിടെ ഒരു BJP വക്താവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രതിനിധി പറയുകയാണ് രാഹുൽ ഗാന്ധി മലേഷ്യയിൽ പോയി ജോർജ് സോറോസിന്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ ഓതന്റിക്കായ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടുള്ളതല്ല. ഇന്ത്യയിൽ ഒരാളും പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യം. ഇവരുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇവരുടെ ട്രോൾ ആർമി, BJPയുടെ ട്രോൾ ആർമി ഇറക്കി വിടുന്ന ഇത്തരം നുണപ്രചരണത്തിനപ്പുറത്ത് ഒരു സത്യമല്ലാത്തൊരു കാര്യമാണ്. ഇന്ത്യയിൽ ഒരു മാധ്യമങ്ങളും ഒരാളും ഏറ്റെടുത്തിട്ടില്ലാത്ത, പക്ഷെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിൽ മനോരമ പോലെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മാധ്യമത്തിന് മുമ്പിൽ ഒരു BJP വക്താവ് ഒരു നുണ പറയുകയാണ്. അപ്പൊ ഞാനിവിടെ ഇതിനെ എതിർക്കുന്നില്ല എങ്കിൽ, ഞാൻ വെല്ലുവിളിച്ച് അതിനെ എതിർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കേൾക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ഒന്നുമില്ലെങ്കിൽ ഞാൻ എതിർക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ അനുഭാവികളായ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് ശരിയാണെന്ന് വിശ്വസിക്കുകയാണ്, ഒരു നുണയും അടിച്ചിറക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും താങ്കൾ നുണ പറഞ്ഞു. അപ്പൊ ഇതാണ് രാജ്യത്താകമാനം BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് ട്രൂത്തിന്റെ കാലഘട്ടത്തിൽ പച്ച നുണകൾ പറയുക. ശ്രീ ശങ്കുദാസ് നോക്കൂ, പ്രതിപക്ഷ നേതാവിന്റെ ബഹുമാനം കൊടുത്തുകൊണ്ട് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമോ? അതല്ലേ ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, മലേഷ്യയിൽ രാഹുൽ ഗാന്ധി ജോർജ് സോറോസിന്റെ മകനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നുണ പറഞ്ഞതല്ല, ഇത് വസ്തുതയാണ്. നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല. എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ഉണ്ടേച്ചൊരു വിളി വന്നാൽ മതിയോ? ഞാൻ ബഹളമല്ല മനുഷ്യ, ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ സോഴ്സ് എന്താ? നിങ്ങളുടെ സോഴ്സ് എന്താ? നിങ്ങളുടെ സോഴ്സ് എന്താ? വാട്ട് ഈസ് ഏത് ഫോട്ടോ? എവിടെ? ഏത് മാധ്യമം? മാധ്യമത്തിൽ മാത്രമല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിൽ ശ്രീ ലിജു, താങ്കൾ പറഞ്ഞു, അദ്ദേഹം പറയുന്ന നുണയാണ് പറഞ്ഞു. ഓക്കെ, താങ്കൾ ഞാൻ ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ചർച്ച കാണുന്ന ഏതൊരു പ്രേക്ഷകനും വേണമെങ്കിലും അത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ആ ഫോട്ടോ.